ചോദിച്ചാൽ ഇനി ഇവരുടെ ദഅവത്തിന്റെ മൻഹജിൽപ്പെട്ട ഒരു കാര്യമാണ് സംവാദങ്ങൾ, ഹിവാർ, ജദിൽ, മുനാവറ എന്നുള്ളത്. അങ്ങനെ ഇന്ന് നമ്മൾ നടത്തുന്ന വലിയ, ഇപ്പൊ ഞാൻ അവിടുന്ന് ഞാൻ പറഞ്ഞു, സഹാബിമാരുടെ ചരിത്രം പറയുന്ന നേരത്തെ പറയും അയാൾ ബദറിൽ പങ്കെടുത്ത ആളാണ്, അയാൾ ഉഹദിൽ പങ്കെടുത്ത ആളാണ്, അയാൾ എല്ലാ ഗസ്വാത്തിലും പങ്കെടുത്താണ് എന്ന പോലെ ഈ പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ യോഗ്യതയാണ് അയാൾ ഇത്ര വാദപ്രതിവാദത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന്. അയാൾ കുറ്റിച്ചിറ ഇറങ്ങിയിട്ടുണ്ട്, അയാൾ കൊട്ടപ്പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്, അയാൾ മറ്റൊരുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ പോരിച്ചായിട്ട് പറയും. ഈ പറയുന്ന സംഭവം, ഈ വാദപ്രതിവാദത്തിന്റെ രീതി എന്താ? ഇസ്ലാം ദീനിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണോ അത്? പൊതുജനങ്ങളുടെ മധ്യത്തിൽ വെച്ചുകൊണ്ട് അഹ്ലുൽ അഹ്വാ വൽ ബിദ്അഉമായിട്ട് പരസ്യമായ വാദപ്രതിവാദം നടത്താം എന്നതിന് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഒരു തെളിവും കിട്ടൂല. മറിച്ച് നടത്താൻ പാടില്ല എന്ന കാര്യം, വാചകങ്ങൾ ഞാൻ വായിക്കില്ല, ഞാൻ എനിക്കിത് വാചകങ്ങൾ തെളിയിക്കേണ്ട വിഷയമല്ല, ഇവിടെ എല്ലാവർക്കും അറിഞ്ഞൊരു കാര്യമാകൊണ്ടാണ്. നിങ്ങൾ നോക്കി, നേരെ മറിച്ച് ഇവിടെ ഉദ്ധരിക്കപ്പെടുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും അങ്ങനെയുള്ള ഒരു സംവാദം പാടില്ല എന്നത് തീർത്തും പറയപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കതിന് വേണമെങ്കിൽ ഞാനൊരൊറ്റ കിതാബ് തന്നെ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇമാം ആജുരിയുടെ അശ്ശരിഅ എന്നുള്ള ഒരു കിതാബ് നിങ്ങൾ വായിച്ചു. അതല്ലെങ്കിൽ ഇമാം ലാലക്കായുടെ ശർഹ് ഉസൂൽ ഇഅ്തിഖാദി അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്നുള്ള ബുക്ക് നിങ്ങൾ വായിക്കും. അതല്ല എങ്കിൽ ഇബ്നു അബി ആസിമിന്റെ അസ്സുന്ന നിങ്ങൾ വായിക്കും, അല്ലെങ്കിൽ ഇബ്നു ബത്തയുടെ ഇബാനകൾ നിങ്ങൾ വായിക്കും. ഇങ്ങനെയുള്ള അഹ്ലു സുന്നത്തിന്റെ ഏതൊരു മസ്ദറിലേക്ക് നിങ്ങൾ പോയാലും അഹ്ലുൽ അഹ്വാഇ വൽ ബിദ്അഉമായിട്ട് പരസ്യമായ വാദപ്രതിവാദം പാടില്ല എന്നത് ഗണ്യമായി പറയപ്പെട്ട കാര്യമാണ്. പക്ഷെ നമ്മളോ പരസ്യമായിട്ട് എത്രണ്ണം നടത്തി? അതാണ് നമ്മുടെ മുന്നേറ്റത്തിലെ നാഴികക്കല്ലുകളായിട്ട് നമ്മൾ പറയുന്നത്. നബിയുടെ കാലത്ത് ബദർ, ഉഹദ്, ഖന്തഖ്, ഖൈബർ നടന്നു എന്ന് പറയും പോലെ ഒരു 5-6 വാദപ്രതിവാദം, പൂനൂർ വാദപ്രതിവാദം, വട്ടപ്രവാദം എന്നിട്ട് എണ്ണിപ്പോരും. ഒരിക്കലും അഹ്ലു സുന്നത്തിന്റെ മൻഹജിലല്ല, സലഫിയ്യത്തിന്റെ മൻഹജിലല്ല. അങ്ങനെ ഒരു വാദപ്രതിവാദത്തിന്റെ രീതിയില്ല. പിന്നെന്താ, ചില ആളുകളുമായിട്ട് ചിലപ്പോ അത്യാവശ്യം വരുന്ന സമയത്ത് യോഗ്യരായ പണ്ഡിതന്മാർ പരസ്യമായിട്ടല്ലാതെ അവരുമായിട്ട് നടത്തിയിട്ടുള്ള ചില തെളിവുകളുണ്ട്, അതാകാവുന്നതാണ്. അതെങ്ങനെ? അതിന്റെ സംഭവം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു അബ്ബാസിനെ പറഞ്ഞയച്ചതാണ്. അതിന് സഹാബത്തിൽ നിന്ന് നമുക്കുള്ള തെളിവ് അതാണ്. ഖവാരിജികളുമായിട്ട് സംസാരിക്കാൻ 6000-ഓളം ഖവാരിജികൾ ഒരിടത്ത് ക്യാമ്പ് അടിച്ചു. ആ ക്യാമ്പ് അടിച്ചപ്പോൾ അവർക്ക് ഈ കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇബ്നു അബ്ബാസിനെ പറഞ്ഞയച്ചു. അന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇബ്നു അബ്ബാസ്. പിന്നെ ഏതൊരർത്ഥത്തിലും പിന്നെ അദ്ദേഹത്തെ മറ്റുള്ളവർക്ക് കൺഫ്യൂസ് ചെയ്യാൻ പ്രയാസമുള്ള വളരെ ഉറപ്പുള്ള ഒരാളുമാണ്. അദ്ദേഹം പോയിട്ട് വേറെ ആളുകളെ കൂട്ടാതെ അവരെ മാത്രം എത്തിയിട്ടാണ് ചർച്ച ചെയ്തത്, അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പാകെ ചർച്ച നടത്തിയിട്ടില്ല. ഈ കാര്യത്തെ കൊണ്ട് നമുക്ക് ഇന്ന് നടത്തുന്ന സംവാദങ്ങൾ പിന്നെ അവിടുന്ന് വിട്ടിട്ട് നമ്മൾ മതത്തിലെ കക്ഷികളും വിട്ടിട്ട് പുറത്തുള്ള ആൾക്കാരുമായിട്ട് ചർച്ചയായി, ഇന്റർഫേസിലേക്കായി. അങ്ങനെ ഇന്റർഫേസ് ഡയലോഗ് എന്ന് പറഞ്ഞാൽ നിശ്ചയ ട്രൂത്തൊക്കെ നടത്തി. ഞാൻ ഇതുവരെ നിശ്ചയ ട്രൂത്തിനെ പറയാനോ എന്ന് പറഞ്ഞിരുന്നു. അല്ല കേട്ടോ, ഞാൻ നിശ്ചയ ഇടുന്നുള്ള ഒന്നും എന്റെ വിഷയമല്ല. അവരൊക്കെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല ആളുകളായതുകൊണ്ടാണ് അവർ കുറച്ചുകൂടി മാറ്റി വന്നാൽ പെട്ടെന്നുണ്ടല്ലോ എന്ന അർത്ഥത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു പോയത്. നിശ്ചയ ട്രൂത്തിന്റെ സംവാദങ്ങൾ നിങ്ങൾ എടുത്തു നോക്കി. ആ സംവാദങ്ങൾ, ഒട്ടുമിക്ക സംവാദങ്ങൾ പല കാരണങ്ങളാലും സലഫിയ്യത്തുമായിട്ട് അതിനൊരു ബന്ധമല്ല. ഒന്ന്, ആ പ്രസംഗിക്കുന്ന കാര്യത്തിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അത് മസ്ദർ തെറ്റാണ്, ഖുർആനല്ല, ഹദീസല്ല, ഒന്നുമല്ലാത്ത കാര്യങ്ങൾ എല്ലാം അതിലുണ്ട്. അതിൽ മിക്കവാറും വരുന്നത് ബൈബിളും ഗീതയും പോലെയുള്ള കാര്യങ്ങളാണ് തെളിവിന്. അത് കൊണ്ടുവന്നാൽ അതിലൊക്കെ തൗഹീദ് ഉണ്ട് എന്നാണ് സമർത്ഥിക്കുന്നത്. മാത്രമല്ല അതിൽ പറഞ്ഞിട്ടുള്ള അവരുടെ പുണ്യപുരുഷന്മാരൊക്കെ മുഹമ്മദ് നബി കൽക്കി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയാണ്. അത് പറഞ്ഞില്ലേ ഇവിടെ ഇത് പറഞ്ഞു ഏത്, പിന്നെ ഈ ഇസ്രായേൽ അല്ല ജിബ്രീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമേശ്വരനാണ്, പരശുരാം എക്സ്പ്രസ്, അത് തീവണ്ടിയല്ലേ, അങ്ങനത്തെ പരശുരാമാണ് എന്ത് ചെയ്യുന്നത്. ഇത് പറഞ്ഞപ്പോ നമ്മുടെ ആളുകളുടെ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് ഞാൻ തമാശക്ക് പറയുന്നു കേട്ടോ. നദൂത്തുൽ മുജാഹിദീൻ ഏകോപിച്ച് എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറഞ്ഞ ഒരു എഴുതി പ്രചരിക്കുന്ന ഒരു വാചകമാണ് പരശുരാമൻ പഴു പറഞ്ഞിട്ട് കാരണം ഉണ്ടായി എന്ന് പറഞ്ഞ പരശുരാമൻ, ഹിന്ദുക്കൾ പറഞ്ഞ പരശുരാമനെ കുറിച്ചിട്ട് പറയാം. എന്താ പറയുന്നത്? അത് പിന്നെ ജിബ്രീലാണ്, മലക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്. അതിപ്പോ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ വിചിത്രമായി തോന്നും. അപ്പൊ അങ്ങനെ പറയലുണ്ടാവില്ല എന്ന് പറയും. ഞാനത് പറഞ്ഞത് എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, പുസ്തകത്തിൽ നിന്ന് കാണിച്ചു തന്നാലോ? അപ്പൊ ഈ ആളുകൾ എന്നാ പിന്നെ ന്യായീകരിക്കാൻ തുടങ്ങി. ഇവരെ സ്റ്റാൻഡ് എന്താണെന്ന് എനിക്കറിയാം. ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം, ഇവർ ഈ കാര്യങ്ങൾ പറയുമ്പോ പരശുരാമൻ ജിബ്രീലാണ് എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ല, പ്രചരിപ്പിച്ചിട്ടില്ല, തെറ്റല്ല അത്. അങ്ങനെ ഞങ്ങൾ എഴുതൂല, അതുണ്ടാവില്ല. എന്നാ ഹയാത്തോടൊക്കെ ഉണങ്ങിയ മഷി
വെള്ളക്കടലാസിൽ കറുത്ത മഷിയിൽ എഴുതിയത് വായിച്ചതാണ്. എന്താ ഇപ്പൊ അങ്ങനെ പറഞ്ഞാല് അതാണ് ഇതിലുണ്ടാകുന്ന ഒരു പ്രയാസം. അപ്പൊ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്? അതുപോലെ തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോഴിക്കോട് പ്രസംഗിച്ചതിന് ശേഷം ചിലരൊക്കെ സംസാരിച്ചെന്താന്ന് ചോദിച്ചാൽ, ഒന്ന്, മസാദിന് അതന്നെയുള്ളൂ, ഞങ്ങൾ എടുക്കുന്നത് ഖുർആനും സുന്നത്തും മാത്രമുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതാണ് നിർബന്ധം അവരെ കൊടുത്ത് തന്നെ ഖുർആനും സുന്നത്തും അല്ലാത്തതിൽ നിന്നും എടുക്കേ. എന്താ എടുത്താൽ ഒരു തെറ്റില്ല, ഞാൻ വേണമെങ്കിൽ അങ്ങനെ എടുത്തതിനുള്ള തെളിവ് നിങ്ങൾക്ക് തരാം. അതാണ് അരീക്കോട്ട ഫത്വ. അരീക്കോട്ടം ഒരു മുഫ്തി കൊടുത്തിട്ടുള്ള ഒരു ഫത്വ എന്താന്ന് ചോദിച്ചാൽ, അങ്ങനെ പരശുരാമൻ ജിബ്രീലാണ് എന്ന് പറഞ്ഞതിന് തെറ്റില്ല. അതുപോലെ തന്നെ പൂർവ്വകാല വേദങ്ങളിൽ നിന്ന്, വേദങ്ങളാണോ എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത ഹൈന്ദവ പുരാണങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാം. മുൻഗാമികൾ സലഫ് സ്വാലികൾ ഉദ്ധരിച്ചതിന്റെ തെളിവ് ഞാൻ തരാം. എവിടെ സാഹിബ്? ഞാൻ അരീക്കോട് ഹയാത്തിൽ തരൂ. കഴിഞ്ഞിട്ട് കുറെ ദിവസമായി. അതില്ല, ഇല്ല. ഞാൻ പറയുന്നു, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ല അദ്ദേഹത്തോട് അസ്മാഉ സിഫാത്തിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 3 വർഷം ഞാനിതാ നിങ്ങൾക്ക് മുഹലത്ത് നൽകുന്നു, സാവകാശം നൽകുന്നു. ആ 3 വർഷത്തിലിടക്ക് നിങ്ങൾ ആ കാര്യം 3 നൂറ്റാണ്ടിൽപ്പെട്ട പരിഗണനീയായ പണ്ഡിതന്മാരാരെങ്കിലും ചെയ്ത തെളിവെങ്കിലും കൊണ്ടുവന്ന് തരികയാണെങ്കിൽ സ്വീകരിക്കാം. എന്നതുപോലെ എനിക്ക് വരാൻ നിങ്ങൾക്ക് സമയമാണെങ്കിൽ ഇനിയും തരാം. ഹിന്ദുക്കളുടെ പുരാണങ്ങൾ, വേദങ്ങൾ, സ്മൃതികൾ, ശ്രുതികൾ, ഈ ഗീത, രാമായണം പോലെയുള്ള കാര്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അതിൽ നിന്ന് മതത്തിന്റെയും ഇൽമിന്റെയും സ്രോതസ്സായി കണ്ട് അതിൽ നിന്ന് ഉദ്ധരിച്ച, അതിനെ സ്വീകരിച്ചിട്ടുള്ള ഒരു പരിഗണനീയനായ പണ്ഡിതൻ 3 നൂറ്റാണ്ടുകാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഉദ്ധരിച്ചത് തരും. എന്നാ പ്രശ്നം തീർക്കണം. അതില്ല. ഉണ്ട് എന്ന് പറയും. എവിടെ ഉണ്ട്? എവിടെയില്ല. പിന്നെ എന്താണ് ആ വിഷയത്തിൽ നടക്കുന്നത്? ആ വിഷയത്തിൽ ആകെ ഇവർക്ക് പറയാൻ സാധിക്കുന്ന ഒറ്റ കാര്യം, ചില പണ്ഡിതന്മാർ മതതാരതമ്യ പഠനം നടത്തിയിട്ടുണ്ടല്ലോ, മതതാരതമ്യ പഠനം നടത്തിയിട്ടുണ്ട്. അതിന് 2 ഷർത്തുണ്ട്. എഴുതി വെച്ചോളിയ 2 ഷർത്ത്. മതതാരതമ്യ പഠനം നടത്താനുള്ള 2 ഷർത്തുകൾ. ഒന്ന്, ആ മതതാരതമ്യം നടത്തുന്ന ആൾ ദീനുൽ ഇസ്ലാമിൽ നല്ല ഇത്ഖാനുള്ള ഒരു പണ്ഡിതൻ തന്നെയായിരിക്കണം. ആലിം, മുതബഹിർ, മുത്ഖിൻ ഫിൽ ഇൽമി ശർഈ, ശർഈയായ ഇൽമിൽ ഇത്ഖാനുള്ള നല്ല ഒരു പണ്ഡിതനാകണം. അയാൾക്ക് നടത്താൻ പാടുള്ളൂ. ഇനി അയാളങ്ങനെ പണ്ഡിതനെ അയച്ചിട്ട് അയാൾക്ക് ഇഷ്ടം പോലെ നടത്തിക്കൊണ്ട് ഇറക്കാന്നാണോ? അല്ല. 2ാമത്തെ ഷർത്ത്, അങ്ങനെ നടത്തണമെങ്കിൽ അതിനുള്ള ഒരു വറൂറത്ത് വേണം. ആ വറൂറത്ത് നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു മുഖാറന, കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിക്കഴിഞ്ഞാൽ മസ്ലഹത്തും റാജിഹ, ഒരു 90% അതുകൊണ്ടൊരു നേട്ടമുണ്ടാകുമെന്ന് അയാൾക്ക് ഒരു നല്ല ധാരണ അതിൽ കിട്ടുന്ന കാര്യത്തിൽ ഇറങ്ങിയാൽ മതി. അല്ലാണ്ട് ദോഷം വരുമെന്ന് തോന്നുന്ന കാര്യത്തിലല്ല. ഈ ഷർത്തുകൾ പാലിച്ചിട്ടാണോ ഇവിടെ മതതാരതമ്യ പഠനം നടത്തുന്നത്? ഇവിടുത്തെ മതതാരതമ്യത്തിന്റെ ആൾക്കാർ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ആൾക്കാരാണ്. നിച്ച് ഓഫ് ട്രൂത്തിലുള്ള ആളുകൾ ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയാം. നിച്ച് ഓഫ് ട്രൂത്തിലുള്ള ആളുകൾ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത്ഖാനുള്ള ഉലമാക്കൾ അല്ല. അതിന്റെ ഡയറക്ടർ മുതൽ ഡയറക്ടറെ കുറിച്ച് നിങ്ങൾ ചോദിക്കും. അയാൾക്ക് ഖുർആൻ എത്ര മനപ്പാടുണ്ട്, അയാൾക്ക് എത്ര ഹദീസ് മനപ്പാടുണ്ട്, അയാൾക്ക് ഉലൂമുൽ ഖുർആനും ഉലൂമുൽ ഹദീസും എന്തെങ്കിലും അറിയോ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പഠിക്കാനുള്ള അറബി ഭാഷ അത് അദ്ദേഹത്തിന് അറിയോ? ഒന്നും അറിയാം. ആളെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്ന കാര്യം ഇംഗ്ലീഷിലോ മലയാളത്തിലോ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള, മറ്റൊരു ഭാഷയിലൂടെ കിട്ടിയിട്ടുള്ള കുറച്ച് അന്യമതങ്ങളും ഇസ്ലാം മതത്തെക്കുറിച്ച് പലരും എഴുതിയിട്ടുള്ളതുമായ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് അയാൾ മതതാരതമ്യം നടത്തുന്നത്. അത് ഈ ഷർത്തിന്റെ പുറത്താണ്. 2ാമത്, അതിനുള്ള ഒരു വറൂറത്തും ഇല്ല ഇവിടെ. അങ്ങനത്തെ ഒരു വറൂറത്തും ഇല്ലാത്ത നേരത്ത് അങ്ങോട്ട് പോയിട്ട് നമ്മളങ്ങോട്ട് വാദപ്രതിവാദത്തിനുണ്ടോ, നിങ്ങൾ സംവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് ചെറുത്തിനാണ്ട് വിളിച്ചെടുത്തി കൊണ്ടുവരികയാണ്. എന്നിട്ട് വിളിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടോ ഈ ഷർത്ത്, പിന്നെ ഇങ്ങനത്തെ ഒരു സംവാദത്തിന് പറഞ്ഞ ഷർത്ത് അത് സ്ഥിതിയായിരിക്കണം. സ്ഥിതിയല്ല. അവർ നടത്തുന്നത് എന്താ വെച്ചാൽ മറ്റെല്ലാ ജനങ്ങളുടെയും മുമ്പാകെയാണ്. അതിന്റെ ഒരു പരിപാടിക്ക് ഞാൻ പങ്കെടുത്തിരുന്നു. മഞ്ചേരി നടന്നൊരു പരിപാടി. ആ പരിപാടിയിൽ ചിദാനന്ദപുരി എന്ന് പറഞ്ഞ ഒരാളെയാണ് ഇവർ വിളിച്ചുകൊണ്ട് വന്നത്. ആ ചിദാനന്ദപുരി പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഹജറുൽ അസ്വദിനെ മുസ്ലിമീങ്ങൾ ആരാധിക്കുന്നു എന്നുള്ളത് അയാളെ സമർപ്പിച്ചു. അയാൾ നല്ല ഭാഷാ സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന് മാത്സും അതുപോലെ ഗണിതവും അതുപോലെ തന്നെ പോളിമിക്സും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമെന്ന് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ ബോധ്യമാണ്. അദ്ദേഹത്തിന്റെ വാക്കിന്റെ മുന്നിൽ ഇതിന് നീച്ചഫ്രൂത്തിന് വേണ്ടി പ്രതിനിധാനം ചെയ്ത ഒരാൾക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. അവിടെ കൂടിയ മുസ്ലിമീങ്ങൾ മുഴുവൻ വസുവാക്കിനായി.
മുഴുവൻ വസുവാസിലായി. അതിൽ പങ്കെടുത്ത ആൾക്കാർ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. വാശിക്ക് വേണ്ടിയാ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളുടെ മനസ്സത് പറയുന്നുണ്ട്. വസുവാസിലാകെ അല്ലാതെ ഒരാൾക്കും ആ സംശയം തീർത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്റെ പതോട്ടുണ്ടായത് ഒരുപാട് പൈസയും ഒരുപാട് നോട്ടീസും ഒരുപാട് ചെറുപ്പക്കാർ അധ്വാനം ഒരുപാട് ടെൻഷനും ഒക്കെ എടുത്തിട്ട് ഹജറുൽ അസ്വദിനെ മുസ്ലിമീങ്ങളും ആരാധിക്കില്ലേ, ഞങ്ങൾ കൃഷ്ണശിലയെ ആരാധിച്ചാൽ എന്താ പിന്നെ കുഴപ്പമുള്ളത് എന്ന ചോദ്യത്തിന്റെ മുന്നിൽ അന്തം വിട്ട് തിരിച്ചു പോകും. ഇത് ഒരിക്കലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന് ഒരു വറൂറത്തുണ്ടായ സന്ദർഭത്തിൽ അദ്ദേഹം മുഖാർണത്തുൽ അദിയാൻ ക്രൈസ്തവ മതവുമായി ഇസ്ലാമിനെ താരതമ്യം ചെയ്തതിന് തെളിവ് പിടിക്കാണ്ട് ഇത് ചെയ്യാൻ ഇവർക്കൊരു തെളിവില്ല. കാരണം എന്താ ചോദിച്ചാൽ ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലെ ദീനുൽ ഇസ്ലാമിൽ എത്തിക്കാനുള്ളവരല്ല. അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായ വറൂറത്തോ അല്ലെങ്കിൽ മസ്ലഹത്തും റാജിഹത്തോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. രണ്ടാമത്തത്, ഈ കാലത്ത് ഇപ്പൊ നോക്കൂ, ഷെയ്ഖ് റബീ സലഫി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരു നല്ല പണ്ഡിതനാണ്. ആ പണ്ഡിതൻ ഷെയ്ഖ് റബീ ഇപ്പൊ അവസാനം പോപ്പിന് ഒരു കത്ത് കൊടുത്തു. ഷെയ്ഖുൽ ഇസ്ലാം പോപ്പിന് ഒരു കത്ത് കൊടുത്തു. ഷെയ്ഖുൽ ഇസ്ലാം അല്ല, ഷെയ്ഖ് റബീ. ആ കത്ത് ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ചിലരെ ഓർക്കുന്നുണ്ടാകും. പോപ്പുമായിട്ട് ഇസ്ലാമിന്റെ കാര്യം പറയാൻ ഷെയ്ഖ് റബീ എത്ര ബൈബിൾ ഉദ്ധരിച്ചു. മത്തായി മുതൽ മാരാഗി, ഉൽപ്പത്തി മുതൽ മാരാഗി വരെയുള്ള 39 പുസ്തകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വാചകം ഉദ്ധരിച്ചു? ഇല്ല. ഏറെ മറിച്ച് ദീനുൽ മസീഹ് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് റബീ ഒരു പുസ്തകം എഴുതിയപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യേണ്ട ചില അത്യാവശ്യങ്ങൾ ഉള്ളപ്പോൾ അദ്ദേഹം ചെയ്താൽ യോഗ്യനാണ് എന്നതുകൊണ്ടും അത്യാവശ്യം മസ്ലഹത്തും റാജിഹത്തുള്ളതുകൊണ്ട് ചെയ്തു. ആ ചെയ്തത് ശരി. എന്നാൽ അത് വെച്ചുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഒരു ക്രിസ്ത്യാനി കിട്ടി വന്നു, ഇസ്ലാമിലേക്ക് സ്വീകരിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിറ്റേന്ന് ഓൻ എന്ത് ചെയ്തു? ഒരു ബുക്കുണ്ട്, ക്രിസ്തു മതവും ഇസ്ലാം മതവും താരതമ്യം. ഇല്ലേ? ബുക്കിലല്ലേ എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ബുക്കുണ്ട്, ഇപ്പോഴും ബുക്കുണ്ട്. ഇങ്ങനെ ഒരു മതതാരതമ്യമല്ല. അപ്പൊ ഇവര് ചെയ്യുന്ന കാര്യം വേറൊന്ന്, ആ ചെയ്യുന്നത് ന്യായീകരിക്കാൻ വേണ്ടി വേറെ കാര്യം പറയും. അതിപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തെരുവ് നാടകം അഭിനയിച്ചു എന്ന് പറഞ്ഞ അതിന്റെ അതേ ബാക്കി. ഇവര് തെരുവ് നാടകം അഭിനയിക്കുക, അതിന്റെ തെരുവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നാടകം അഭിനയിച്ചു എന്ന് പറയാം. അതേ മാതിരിയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മതതാരതമ്യം നടത്തിയില്ല. അവിടെ ഞങ്ങൾക്ക് പറ്റൂലേ? മൂപ്പർക്ക് പറ്റും, നിങ്ങൾക്ക് പറ്റൂല. കാരണം ഷെയ്ഖുൽ ഇസ്ലാമാണ്. ഇതാരാണ്? രണ്ടാമത്തേത് അവിടെ വെറുറത്തുണ്ടായിരുന്നു, ഇവിടെ എന്ത് വെറുറത്താണ്. രണ്ടാമത് മസ്ലഹത്തും രാജ്യത്ത് മുത്തയത്തകത്തായിരുന്നു. ഇവിടുത്തെ എന്ത് മസ്ലഹത്തും രാജ്യത്തല്ല, മഫ്സദത്ത് രാജ്യത്ത മഞ്ചേരി കണ്ടത്. മഫ്സദത്തെ കണ്ടു. കൂടിയ മുഴുവൻ മുസ്ലിമീങ്ങൾ മസ്ലഹത്തായി പോയത് മസ്ലഹത്തും രാജ്യത്തോ അതോ മഫ്സദത്തുണ്ടായി. അതുകൊണ്ട് അത് തമ്മിൽ യാതൊന്നുമില്ല. പിന്നെ ഇവർ